കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലിബിയയിൽ പഴക്കം ചെന്ന 2 ഡാമുകൾ തകർന്ന് 30,000-ഓളം പേർക്കുണ്ടായ ദുരന്തം നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ന്യൂയോർക്ക് ടൈംസ് നമ്മുടെ കൊച്ചു കേരളത്തിനും ലിബിയയുടെ അതേ ഗതി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതെ, ലിബിയയിൽ 30,000 പേരെയാണത് ബാധിച്ചതെങ്കിൽ ഇവിടെ നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ 35 ലക്ഷം ആളുകളെ അത് നേരിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ റിപ്പോർട്ടിനെ കുറിച്ചും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ മുങ്ങും, 6 ജില്ലകളാണ് മുങ്ങാൻ പോകുന്നത്. 14 ജില്ലകളെ ആ കേരളത്തിലുള്ളൂ. അതിലെ 6 ജില്ലകളിൽ എവിടെയൊക്കെ മുങ്ങും എന്നതുൾപ്പെടെ അതിൻ്റെ മാപ്പ് ഉൾപ്പെടെ എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ നമുക്ക് മുന്നോട്ട് കാണാനുള്ളത് എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. നദികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ റിവേഴ്സാണ് ലോകത്തിലെ ഏറ്റവും അപകടം വിതയ്ക്കാൻ കെൽപ്പുള്ള ഡാമുകളെക്കുറിച്ച് പഠനം നടത്തിയത്. ഈ പഠനം എടുത്താണ് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പേരെടുത്തു പറഞ്ഞ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച ഏക ഡാമും നമ്മുടെ മുല്ലപ്പെരിയാറാണ്. ലിബിയയുടേതുപോലെ തന്നെ ലിബിയയിൽ ഇതേപോലെ 2 ഡാമുകൾ കാലപ്പഴക്കം ചെന്ന് നിൽക്കുകയായിരുന്നു. ഒരു ഡാം പൊട്ടി തകരുന്നു, അതിലെ വെള്ളം അടുത്ത ഡാമിലേക്ക് ചെല്ലുന്നു, ആ ഡാമും തകരുന്നു. അങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത്. ഇവിടെയും മറ്റൊന്നായിരിക്കില്ല സ്ഥിതി. അതേപോലെ തന്നെ ലിബിയയിലെ പോലെ തന്നെ ആയുസ് കഴിഞ്ഞു നിൽക്കുന്നതാണ് മുല്ലപ്പെരിയാറിലെ ഡാമുകൾ. അതുമാത്രമല്ല, ഭൂകമ്പ സാധ്യത ഏറെയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഇന്ന് അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടും മുല്ലപ്പെരിയാറിലേതാണ്. നിർമ്മിക്കുന്ന സമയത്ത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ്. ഇന്ന് ലോകത്തിൽ നിലവിലുള്ള സുർക്കി മിശ്രിതം ഉപയോഗിച്ച ഏക ഡാമും മുല്ലപ്പെരിയാറിലെ ഡാമാണ്. സുർക്കി മിശ്രിതം എന്ന് പറയുമ്പോൾ ഇന്ന് ഡാം കെട്ടാനായി യൂസ് ചെയ്യുന്ന സിമെൻറ്റിന് അതിനേക്കാൾ 6 ഇരട്ടി ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി പോലും അതിന് നൽകിയ ആവറേജ് ആയുസ് 50 വർഷമായിരുന്നു. സാധാരണ 60-65 വർഷമാണ് ഒരു ഡാമിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന് 50 വർഷമായിരുന്നു അതിൻ്റെ ശില്പി തന്നെ കൊടുത്തത്. പക്ഷേ ഇപ്പോഴത് 128 വർഷമായി. അത്രയും പഴക്കം ചെന്ന അവസ്ഥയിലാണുള്ളത്. അത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അപകടാവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത്. 1979-ലും 2011-ലും ഉണ്ടായ ഭൂമികുലുക്കങ്ങൾ ഓൾറെഡി ഡാമിൽ സ്ട്രക്ചറൽ ക്രാക്സ്, വിള്ളലുകൾ വരുത്തിയിട്ടുണ്ട്. അടുത്ത എർത്ത്ക്വേക്കിനെ, ഭൂമികുലുക്കത്തിന് ഇത് സർവൈവ് ചെയ്യില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. 443 മില്യൺ ക്യൂബിക് മീറ്ററാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വോളിയം. അതായത് അത്രത്തോളം വെള്ളം അതിലുണ്ട്. ഒരു ചെറിയ ഭൂമികുലുക്കം വന്ന് ഡാമിലെ വിള്ളലുകൾ വലുതായാൽ പോലും വെള്ളം അതുവഴി ഒഴുകാൻ തുടങ്ങും. പതിയെ ആ വിള്ളലുകളിൽ കൂടി വെള്ളമൊഴുകി വിള്ളലുകൾ വലുതാവുകയും ഡാം തകരുകയും ചെയ്യും. ഓടി രക്ഷപ്പെടാൻ പോലും സമയം കിട്ടില്ല. ഈ 400 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളവും ചെളിയും കല്ലും മരങ്ങളും എല്ലാം കൂടി ഇടിച്ചിറങ്ങും. അത് എത്രത്തോളം വെള്ളമാണെന്ന് ചോദിച്ചാൽ 1,89,000-ഓളം ഒളിമ്പിക് സൈസ്ഡ് സ്വിമ്മിംഗ് പൂളുകൾ നിറയ്ക്കാൻ പറ്റുന്നത്രയും വെള്ളമുണ്ടാവും. കെട്ടിടങ്ങളിൽ കയറി രക്ഷപ്പെടാൻ പോലും സാധിച്ചെന്ന് വരില്ല. ഇടിച്ചുകുത്തി വരുന്ന വെള്ളം അതിൻ്റെ മുന്നിലുള്ളതിനെയൊക്കെയും തകർത്തെറിഞ്ഞുകൊണ്ടായിരിക്കും പോവുക. ഏതാണ്ട് 100,000-ഓളം ആളുകളെ അപ്പോൾ തന്നെ ഇത് ബാധിക്കും. പക്ഷേ അവിടം കൊണ്ട് ഇത് തീരില്ല. ഏതാണ്ട് 45 മിനിറ്റിനുള്ളിൽ 25 കിലോമീറ്റർ മാറി താഴെയായി സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ഡാമിലേക്ക് ഈ വെള്ളവും അത് തകർത്ത അവശിഷ്ടങ്ങളും എത്തും. തിയററ്റിക്കലി ഇടുക്കി ഡാമിന് ഈ പറയുന്ന മുല്ലപ്പെരിയാറിലെ വെള്ളത്തെ, ആ ഒരു ഫ്ലഡ് വാട്ടറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ വെള്ളം മാത്രമായിരിക്കില്ല വരുന്നത്. ഈ 25 കിലോമീറ്റർ വന്ന വെള്ളവും അത് തകർത്തെറിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടവും പാറകളും മണ്ണും ചെളിയും കല്ലുകളും മരങ്ങളും മരത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കൂടി വന്ന് ഇടിച്ചു നിൽക്കുമ്പോൾ ഇടുക്കി ഡാമിന് അത് സാധിച്ചെന്ന് വരില്ല. അങ്ങനെ ഇടുക്കി ഡാം തകരുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള 15 ഡാമുകൾ കൂടെ തകരും. അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒരവസ്ഥയല്ല. ഇപ്പോൾ ഈ മാപ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയാവും ആ അവസ്ഥ. ഇടുക്കി ജില്ല മാത്രമായിരിക്കില്ല, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ഉൾപ്പെടെ 6 ജില്ലകൾ വെള്ളത്തിനടിയിലാവും. ആൻഡ് ഇത് 3.5 മില്യൺ ആളുകളെ നേരിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് 35 ലക്ഷം ആളുകളെ നേരിട്ട് ബാധിക്കും. ബാക്കിയുള്ളവർ, രക്ഷപ്പെടുന്നവർ, കുറച്ച് പേര് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് എത്തിപ്പെടും. ഇനി
ഇവിടം കൊണ്ട് തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടം കൊണ്ടും തീരുന്നില്ല. കാരണം ഇതുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ നഷ്ടവും ജീവനുകളുടെ നഷ്ടവും എല്ലാം കഴിഞ്ഞാൽ പോലും അവിടെ കൊണ്ടൊന്നും ഇത് അവസാനിക്കാനായിട്ട് പോകുന്നില്ല. ഈ ഡാമുകളൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട്, അത് റീഡിസൈൻ ചെയ്യേണ്ടതുണ്ട്, വീണ്ടും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ വരുന്ന ചിലവുകൾ ആയിരക്കണക്കിന് കോടി രൂപയായിരിക്കും. അത് നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ഇഫ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് വെൻ. അത് സംഭവിച്ചാൽ എന്നുള്ള ഒരു സംഭവം, ഒരു സെനറിയോ അല്ല, ഹൈപ്പോത്തറ്റിക്കൽ സെനറിയോ അല്ല നമ്മൾ നോക്കുന്നത്. എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. ഇത്രയും ആളുകളുടെ ജീവനാണ്. കേരളവും തമിഴ്നാടും ഒക്കെ കോടതികളിൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് വാദഗതികളും കേസും ഒക്കെ നടക്കുന്നുണ്ട്. സുപ്രീം കോടതി തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള വിധി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിച്ച് പതിയെ തീർക്കേണ്ട ഒരു വിഷയമല്ലിത്. 35 ലക്ഷം ആളുകൾ, അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 70 ലക്ഷത്തോളം ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ 70 ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോൾ ആകെ 3.5 കോടി ജനങ്ങളെ ഇവിടെ ഉള്ളൂ. അതിൻ്റെ എത്ര ഭാഗമായി? 1/3 ഭാഗത്തിനടുത്തായി. അത്രയും ആളുകളെ ഇത് ബാധിക്കുമ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് മലയാളികൾക്ക് പിന്നെ വേറൊരു സംഭവമാണല്ലോ, നമ്മളെ ബാധിക്കത്തില്ലേ, നമ്മൾ പറയട്ടില്ല എന്നുള്ളൊരു മൈൻഡാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഈ ബാധിക്കുന്ന 70 ലക്ഷം പേര് ഇതിനു വേണ്ടി ഒന്ന് വോയിസ് ഉയർത്തിയാൽ പോലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്.